പ്രകോപനപരമായിട്ടുള്ള നീക്കങ്ങൾ തുടരുകയാണെങ്കിൽ അത് കൂടുതൽ കലുഷിതമായിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. കാരണം ഇറാനെ ഒരു ശിലായുഗത്തിലേക്ക് താൻ കൊണ്ടു തള്ളുമെന്നൊരു മുന്നറിയിപ്പാണ് ഇത് രാവിലെ നടത്തിയ പ്രഭാഷണത്തിൽ ട്രംപ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ തുടർച്ച എന്ന നിലയ്ക്ക് വേണം ഇപ്പോൾ ഇറാനിലുടനീളം നടക്കുന്ന വ്യാപകമായ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തെ വിലയിരുത്തുക. അതോടൊപ്പം തന്നെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയാണെങ്കിൽ അതിന് ശക്തമായിട്ടുള്ള തിരിച്ചടി മേഖലയിലെ രാജ്യങ്ങളും അനുഭവിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് കൂടി ഇറാൻ നൽകുന്നുണ്ട്. വിനീഷ, നാസർ, അത്രത്തോളം തന്നെ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു സാഹചര്യമാണ് എണ്ണ വിലയിൽ ഉണ്ടാകുന്ന ചാഞ്ചാട്ടം. ഇന്നും ബാരലിന് എണ്ണവില കുതിച്ചുയരുന്ന ഒരു സാഹചര്യമാണുള്ളത്. വിനീഷ, തീർച്ചയായിട്ടും. കാരണം ഇന്ന് ട്രംപിന്റെ പ്രതികരണം വന്ന ഉടൻ തന്നെ ഏതാണ്ട് ത്തോളം എണ്ണവില ഉയരുന്നൊരു ഒരു അവസ്ഥ രൂപപ്പെട്ടു. അതുമാത്രമല്ല, അതിപ്പോൾ ഏതാണ്ട് $109 മുകളിലേക്ക് എണ്ണവില എത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ലഭ്യമാവുന്നത്. ഒരു $120 പോലും അടുത്ത 1-2 ദിവസത്തിനുള്ളിൽ എണ്ണവില ഉയർന്നേക്കുമെന്ന ഒരാശങ്കയുണ്ട്. ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു പ്രതിഭാസമായിരിക്കും. വളരെ പെട്ടെന്ന് തന്നെ എണ്ണവില കുറയുമെന്നൊക്കെ ട്രംപ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഈ സംഘർഷം തുടരുകയാണെങ്കിൽ, ഹോർമുസ് കടലിടുക്കിലുള്ള ഈ തടസ്സം അതേപോലെ തന്നെ തുടരുകയാണെങ്കിൽ മിക്ക രാജ്യങ്ങളുടെയും എണ്ണ കടത്ത് അല്ലെങ്കിൽ എണ്ണ അന്തർദേശീയ വിപണിയിലേക്ക് കൊണ്ടുവരാനുള്ള ആ തടസ്സം നിലനിൽക്കുകയാണെങ്കിൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാവും. നിലവിലുള്ള സാഹചര്യത്തിൽ അതിനെ മറികടക്കാനുള്ള നയതന്ത്ര നീക്കങ്ങളൊന്നും എവിടെയും എത്തിയിട്ടില്ല. പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ ചില നീക്കങ്ങൾ നടന്നിരുന്നു. ചൈനയും റഷ്യയും അതിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അമേരിക്കയുടെ ഭാഗത്തു നിന്നോ ഇറാന്റെ ഭാഗത്തു നിന്നോ പാകിസ്ഥാൻ നടത്തുന്ന ഈ നീക്കങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണം ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരം നയതന്ത്ര നീക്കങ്ങൾ ഏറെക്കുറെ വഴിമുട്ടിയ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഫ്രാൻസ് ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ ഒറ്റപ്പെട്ട നീക്കങ്ങൾ തുടരുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരു കൃത്യമായിട്ടുള്ള ഒരു ദിശയിലേക്ക്, ഒരു വെടിനിർത്തലിന്റെ സ്വഭാവത്തിലേക്ക് അത് മാറാനുള്ള ഒരു സാധ്യത വളരെ വിരളമായിരിക്കുമെന്ന വിലയിരുത്തലാണ് പൊതുവെ രൂപപ്പെട്ടിരിക്കുന്നത്. വിനിഷ, ഹൂത്തികളുടെ ഇടപെടലിനെ കുറിച്ച് കൂടി ഒന്ന് സംസാരിച്ചു പോയാൽ, കാരണം വലിയ രീതിയിലുള്ള ഇറാന് സപ്പോർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട്, പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വീണ്ടും ഇസ്രായേലിലേക്ക് മിസൈൽ വർഷം നടത്തുന്നുണ്ട് ഹൂത്തികൾ യമനിൽ നിന്ന്. അതുകൂടി ഒന്ന് പറഞ്ഞു പോയാൽ. വിനീഷ്, ഇതിലെ ഏറ്റവും വലിയ ഒരുപക്ഷെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള മറ്റൊരു നീക്കമാണ് ഇപ്പോൾ ഹൂത്തികൾ നടത്തുന്നത്. കാരണം ഒരു മാസക്കാലം ഈ ആക്രമണത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും വിട്ടുനിൽക്കുന്ന ഒരു സമീപനമായിരുന്നു യമനിലെ ഹൂത്തികൾ നടത്തിയത്. നേരത്തെ ഫലസ്തീനികൾക്കെതിരായിട്ടുള്ള വംശഹത്യാ നീക്കങ്ങൾ ഇസ്രായേൽ നടത്തുന്ന ഘട്ടത്തിലാണ് അതിശക്തമായിട്ടുള്ള പോരാട്ടമുഖത്തേക്ക് ഹൂത്തികൾ വന്നത്. അതിന്റെ പേരിൽ ഇസ്രായേലും അമേരിക്കയുടെയും അതിശക്തമായിട്ടുള്ള ആക്രമണവും അവർക്ക് നേരിടേണ്ടി വന്നിരുന്നു. പക്ഷേ ഇത്തവണ ഇറാനുമായിട്ടുള്ള വലിയ വൈകാരിക ബന്ധം പുലർത്തുന്ന ഒരു ഘട്ടത്തിൽ പോലും ആ ആക്രമണത്തിൽ പങ്കാളിത്തം വഹിക്കാൻ ഹൂത്തികൾ തയ്യാറായിരുന്നില്ല. പക്ഷേ 2 ദിവസം മുമ്പാണ് അവർ ആദ്യ മിസൈൽ ഇസ്രായേലിന് നേർക്ക് അയച്ചത്. ഇന്നിപ്പോൾ 2 ബാലിസ്റ്റിക് മിസൈൽ കൂടിയാണ് ഇസ്രായേൽ നഗരങ്ങളിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് അയച്ചിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി വരാൻ പോകുന്നത് ബാബുൽ മന്ദബ് അടയ്ക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ആ ചെങ്കടലിലെ ആ ഒരു കപ്പൽപാത കൂടി അടയ്ക്കുകയാണെങ്കിൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകും. അത് സൂയസ് കനാലിലെ ചരക്ക് കടത്തിന് പോലും പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരവസ്ഥ രൂപപ്പെടും. അതുകൊണ്ട് ഹൂത്തികൾ ഇതിലേക്ക് വരിക എന്നതിൻ്റെ അർത്ഥം പ്രതിസന്ധി കൂടുതൽ സങ്കീർണമാവുകയും ലോക സമ്പദ്ഘടനയെ അത് വലിയ തോതിൽ തന്നെ മാരകമായിട്ട് പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു സാഹചര്യം കൂടിയാവും അതിലൂടെ രൂപപ്പെടുക. അത് ഒഴിവാക്കാൻ ഹൂത്തികളോട് പരമാവധി ഇതിൽ നിന്ന് മാറി നിൽക്കണമെന്ന അഭ്യർത്ഥനയാണ് UN ഉൾപ്പെടെയുള്ള വേദികൾ നടത്തുന്നത്. പക്ഷേ ഹൂത്തികൾ കൂടുതൽ ശക്തമായിട്ട് ഇതിൽ ഇടപെടുന്നതിന്റെ കൃത്യമായിട്ടുള്ള തെളിവാണ് അല്പം മുമ്പ് ഇസ്രായേലിന് നേർക്ക് നടന്ന ഈ 2 മിസൈൽ ആക്രമണങ്ങളിലൂടെ വെളിപ്പെടുന്നതും. വിനീഷ, ശരി, MCA നാസറാണ് സമഗ്രമായ വിശദാംശങ്ങൾ പങ്കുവച്ചത്.